പ്രഭാതഭേരി. ഒരു ചായ. ഈ ചായയിൽ സൗഹൃദമുണ്ട്, നേരം പോക്കുണ്ട്, ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഇടവേളയുണ്ട്, പിന്നെ പ്രണയാതുരമായ നിമിഷങ്ങളുണ്ട്. ഈ പ്രഭാതഭേരി കേൾക്കുമ്പോൾ ചിലരുടെ കയ്യിലെങ്കിലും ചൂട് ചായയുള്ള ഗ്ലാസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മുന്നിലെ മേശയിലെ കപ്പിലുള്ള ചായ മെല്ലെ മെല്ലെ തണുക്കുന്നുണ്ടാകും. അത്രത്തോളം ഇഴയടുപ്പമുണ്ട് ഈ പാനീയവുമായി. നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല കേട്ടോ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഉടനീളം ചായ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ തണുത്ത വെളുപ്പാൻകാലത്ത് ആവി പറക്കുന്ന ചില ചായ കഥകൾ കേട്ടാലോ? ഏറ്റവും കൂടുതൽ മനുഷ്യരോട് സംസാരിക്കാൻ എളുപ്പമാർഗം എന്ന് പറയുന്നത് ഒരു ചായയിൽ നിന്ന് തുടങ്ങുന്നത് തന്നെയാണ്. യാത്രികയും ഗവേഷകയുമായ എൻ ഗൗരി. ചായയോട് ഇത്ര കണ്ട് അങ്ങ് സ്നേഹം തോന്നി തുടങ്ങിയത് എന്റെ അച്ഛൻ വഴിയാണ്. തമിഴ്നാട്ടിലെ ചായകള്, സമോവർ ചായകൾ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. ഈ ചായക്കടകളിൽ നിർത്തി ചായ കുടിക്കുന്ന ശീലം അച്ഛനുണ്ടായിരുന്നു. അപ്പൊ പിൽക്കാലത്ത് കുറച്ചുകൂടെ കാര്യമായിട്ട് യാത്ര ചെയ്യാൻ അവസരങ്ങൾ കിട്ടിയപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പഴക്കം ചെന്ന ചായക്കടകളിൽ പോകുക എന്നുള്ളൊരു ശീലം എനിക്കുണ്ട്. വടക്കോട്ടൊക്കെ ചെല്ലുകയാണെങ്കിൽ ഏതൊരു സമയത്തും നമ്മുടെ നട്ടുച്ച വെയിലത്ത് പോലും ചായ കുടിക്കുന്ന ഒരു സംസ്കാരം ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇവർക്കുള്ളൊരു സംസ്കാരമാണ് കട്ടിംഗ് ചായ. അതായത് 5 രൂപയ്ക്കോ അല്ലെങ്കിൽ 2 രൂപയ്ക്കോ ഒക്കെ വളരെ ചെറിയ കപ്പുകളിലായിട്ട് വെറും 60 ml അല്ലെങ്കിൽ 100 ml ഒക്കെ ആ ചായ കാണത്തുള്ളൂ. ബീഹാറിലും കശ്മീരിലും ഒക്കെ നമക് വാലി ചായ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു അല്പം, ഒരു നുള്ള് ഉപ്പും കൂടെ അതിലോട്ട് ചേർക്കും. ഭയങ്കര രുചിയുള്ളൊരു ചായയാണ്. ഇതിന്റെ കൂടെ ഒരു തരം പഫ്സ് ഉണ്ട്, അത് പൊടിച്ച് ചേർത്താണ് പലപ്പോഴും ഇത് കുടിക്കാറുള്ളത്. 10-20 രൂപയ്ക്ക് വയറ് നിറയെ ഭക്ഷണം എന്നുള്ള നിലയിലാണ് ഈ ചായയും ഈ പഫ്സും കൂടെ പലരും കഴിക്കാറുള്ളത്. അതേപോലെ ചായ സംസ്കാരം വളരെയധികം ഉള്ള സ്ഥലമാണ് UP-യിലെ വാരാണസി എന്ന് പറയുന്നത്. ഓരോ ഗലികളിലും കാണും 10-200 വർഷം പഴക്കമുള്ള ചായക്കടകൾ ഒക്കെ ഉണ്ട്. അവരുടെ ബൺ ടോസ്റ്റ്, ബ്രെഡ് ടോസ്റ്റ്, മലായി ടോസ്റ്റ്, ബ്രെഡും ചായയുമായിട്ട് കുടിക്കുന്ന ഒരു സംസ്കാരം ഭയങ്കരമായിട്ട് വാരാണസിയിലും കാണാൻ സാധിക്കും. കേരളത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചായ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരുകാരുടെ പൊടിച്ചായയാണ്. ചായ പൊടിയിട്ടിട്ട് അതിന്റെ മേലെ ചൂട് പാലൊഴിക്കുന്ന രീതിയാണ് പൊടിച്ചായയുടെ. അവസാനം പൊടിച്ചായയില് ആ പൊടി സ്വാഭാവികമായിട്ട് മെല്ലെ അടിഞ്ഞു പോകുമ്പോൾ ആ ചായ കുടിക്കാൻ പാകമായി എന്നുള്ളതാണ് അതിന്റെ കണക്ക്. സമയം കീപ്പ് ചെയ്ത് ചായ കുടിക്കുന്ന ഒരു സംസ്കാരം കേരളം, ഗോവ പോലത്തെ സംസ്ഥാനങ്ങൾ വിട്ടു കഴിഞ്ഞാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ നേരവും ചായയുടെ സമയമാണ്. പഞ്ചാബില് പോയപ്പോഴ് റിക്ഷാക്കാരൻ, ഞാൻ അദ്ദേഹം കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് ചൂടെടുക്കും, ഞാനൊരു ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞൊരു അനുഭവം. ഇപ്പൊ കൊൽക്കത്ത ആണെങ്കിലും ശരി, ഗ്വാളിയർ ആണെങ്കിലും, ബീഹാർ ആണെങ്കിലും ശരി, കശ്മീർ ആണെങ്കിലും ശരി, ഒരു ഹലോ പറയുന്ന അല്ലെങ്കിൽ ഒരു നമസ്കാരം പറയുന്നതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു അല്പം ചായ കൊടുക്കുക എന്നുള്ള സംസ്കാരം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നാടക പ്രവർത്തകൻ ഗണേഷ് KV. നാടകത്തിന്റെ സൗഹൃദങ്ങളെ വേറൊരു തരത്തിൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരിടമായിട്ടാണ് ചായപ്പീടികളെ നമ്മൾ കാണാറ്. നാടകത്തിന്റെ റിഹേഴ്സല് കഴിഞ്ഞു, രാത്രി എല്ലാവരും ഒരു സ്ഥലത്ത് ഉറങ്ങും, പുലർച്ചെ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് വരുന്നു. നാട്ടിൻപുറത്തൊക്കെ പുലർച്ചയ്ക്ക് ചായക്കട തുറക്കും. അപ്പൊ ചായക്കട തുറന്ന ഉടനെയാണ് നമ്മൾ ഒരു 5-8 പേര് ചെന്നിട്ട് ഒരു ചായപ്പിടിയിലേക്ക് ചെല്ലുന്നത്. ചായപ്പിടിയക്കാരൻ തുറന്നിട്ടുള്ളൂ. അപ്പൊ നമ്മള് 5 പേര്, എനിക്കൊരു കട്ടൻ ചായ, എനിക്കൊരു കട്ടൻ കാപ്പി, വെള്ളം കുറച്ചൊരു ചായ. വന്ന ആളുകളൊക്കെ തന്നെ ഓരോ തരത്തിലുള്ള ചായകളാണ് ഓർഡർ ചെയ്യുന്നത്. ആ ചായക്കാരൻ, അതെ എല്ലാവരും എണീറ്റ്, ഞാൻ തുറന്നില്ലേ, അപ്പൊ എല്ലാവരും പുറത്തേക്ക് കിടന്ന് വാതിലടച്ച് അയാളടക്കം പുറത്തു നിന്ന ഒരു അനുഭവം നമ്മൾ പലപ്പോഴും രസകരമായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്. ചായകൾക്ക് മാത്രമുള്ള കട നടത്തിയിരുന്ന നിഖിത. മസാല ചായയും ഏലക്ക ചായയും ജിഞ്ചർ ചായയും ചോക്ലേറ്റ് ടീ അങ്ങനെ തുടങ്ങിയിട്ട് അപ്പൊ അതില് മസാല ചായയാണ് ഏറ്റവും കൂടുതൽ പോവാ. അപ്പൊ മസാല ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ കിലോമീറ്ററുകളുടെ അപ്പുറത്തു നിന്നൊക്കെ വരുന്ന ആളുകളെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ചായ കുടിക്കാൻ വന്ന് അവിടെ ഉണ്ടാവുന്ന ഒരു കൂട്ടം അങ്ങനെ ഉണ്ടാവും. ചില സമയത്തൊക്കെ അത്തരത്തിലുള്ള കൂട്ടങ്ങള് ചില പാട്ടുകളിലേക്കൊക്കെ അങ്ങനെ പോകും. പിന്നെ ഞങ്ങൾ പാട്ടും പെർഫോമൻസ് ഒക്കെ ആയിട്ട് യൂഷ്വലി ഞങ്ങൾ 3 മണിക്കാണ് ക്ലോസ് ചെയ്യുക. പല ദിവസങ്ങളിലും രാവിലെ 5 മണിക്കൊക്കെ ഞാൻ കട കൂട്ടി പോയിട്ടുണ്ട്. കുറേ മനുഷ്യന്മാരുടെ കൂടെ വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങനെ എന്നാ ചായ കുടിക്കാൻ പോയാലോ എന്നുള്ള ഒരു ചോദ്യം വരുമല്ലോ. മനുഷ്യന്മാരെ ഇങ്ങനെ വല്ലാതെ കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതും അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള പോലെയാണ് സത്യം പറഞ്ഞാല് ചായ എന്നുള്ള ഒരു കോൺസെപ്റ്റില് അങ്ങനെ ഒരു സംഗതി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അധ്യാപകനായ ഡോക്ടർ ആരോമൽ. ഉണ്ടായിരുന്ന കോഫി ഹൗസ്, ആ കോഫി ഹൗസിന്റെ ആംബിയൻസ് എത്ര നേരം വേണമെങ്കിലും പൊതുവെ ഇരിക്കാം. ടീ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ
സംസാരിച്ചു തുടങ്ങും. അപ്പോൾ മറ്റു സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരെല്ലാം പല ഫീൽഡിൽ നിന്നുള്ളവരായിരിക്കാം. അപ്പോൾ ഒരു ചായ കുടിച്ച് ആദ്യം ഒരു ചെറിയ ടേബിളിൽ ഇരുന്നിട്ട് കട്ട്ലറ്റൊക്കെ കഴിച്ചു. അപ്പോൾ മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് വലിയൊരു ടേബിളിലേക്ക് പോകും. അപ്പൊ അന്നത്തെ വിഷയം അനുസരിച്ചായിരിക്കും പലപ്പോഴും ചർച്ചകൾ ഉണ്ടാവുക. ചിന്തകൾക്ക് ഊർജം പകരാറുണ്ട് പലപ്പോഴും ഒരു ചായ. ചില പെർഫ്യൂമുകൾ, ചില സ്വാദുകളൊക്കെ നമ്മൾ ഏതൊക്കെയോ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്ന പോലെ ഓരോ ചായപ്പൊടി പോലും നമ്മൾ ഏതോ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എഴുത്തുകാരിയായ ദേവിക എം എ. സ്കൂൾ ബസ് രാവിലെ 8 മണിക്ക് വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കും. കരഞ്ഞോണ്ട് പാതി കണ്ണടച്ച് എണീക്കുന്നത്. അപ്പൊ ഈ പാതി കണ്ണടച്ചിട്ട് കയ്യിലൊരു ചായ തരുന്നത് നമ്മളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പാതി കണ്ണടച്ചിരുന്നിട്ട് ചായ കുടിക്കുന്നത്, ലോകം കണ്ണു തുറന്നു, ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഒരു ചിന്ത തരുന്നത് തന്നെ ചായയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ 90s കിഡ്സിന്റെ ഒരു കാലഘട്ടത്തിൽ മുട്ടപ്പഫ്സുകൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. സ്കൂളിൽ നിന്ന് വന്നിട്ട് മുട്ടപ്പഫ്സും ചായ എന്നുള്ളതാണ് നമ്മുടെ സ്കൂൾ ഓർമ്മകളിൽ. രാവിലത്തെ പീരീഡ് തൊട്ട് വൈകിട്ടാവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ വലുതായപ്പോ നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങും. നാട്ടിലെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് രാവിലെ ഭയങ്കര മഞ്ഞൊക്കെ ആയിരിക്കും. നടന്നൊരു 2 കിലോമീറ്ററിന് അപ്പുറം ഒരു പാടത്തിന്റെ സൈഡിൽ ഒരു രാവിലെ 5 മണി തൊട്ട് ചായ കിട്ടുന്ന ഒരു ചെറിയൊരു കടയുണ്ട്. മഞ്ഞത്ത് നിന്ന് ചെറിയ ഗ്ലാസ്സിൽ വളരെ കുറച്ച് ചായ നമ്മൾ കുടിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിലെത്തി നമുക്ക് വണ്ടിക്കൂലിക്ക് അപ്പുറത്തേക്ക് കുറച്ചും കൂടെയൊക്കെ കയ്യിൽ പൈസയൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പൈസ മാക്സിമം ചുരുക്കി ചെലവിടും. നടക്കാവുന്ന വഴികളിൽ നടന്നു നോക്കി. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടുത്തെ ചായയുടെ രുചി എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിന്റെ രുചി എന്ന് പറയുന്നത് ഒരു ചായ ആയിരിക്കും. പക്ഷെ 2 മണിക്കൂറത്തെ വിശേഷങ്ങളാണ് ആ ചായയുടെ മുമ്പിലിരുന്ന് നമ്മൾ പറയാറ്. തീർക്കാതെ നമ്മൾ കഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്ന അവസാന തുള്ളി ചായയും എപ്പോഴും ബാക്കിയായിരുന്നു. പ്രണയ കാലഘട്ടത്തിലേക്ക് വന്നാലും എവിടെയൊക്കെ നടന്നു പോയി ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് ചായ കുടിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ചൂടുള്ള ചായയുടെ മുമ്പിലേക്കാണ് നമ്മൾ ആ സംസാരം തുടങ്ങി വെക്കുന്നത് തന്നെ. ചായ എന്ന് പറയുന്നത് ഒരു ടൈം ട്രാവൽ മെഷീൻ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളെ ഏതൊക്കെയോ കാലഘട്ടത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി മിന്നൽ വേഗത്തിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന ആ ചായയിലേക്ക് തന്നെ കൊണ്ടുവരുന്ന അത്ര സുഖമുള്ള ഒരു കാലഘട്ടം. മൂന്നാറിലെ ഒരു തേയില വിതരണ കമ്പനിയിലെ കെമിക്കൽ എഞ്ചിനീയറാണ് ബെൻസില. ജിഞ്ചർ, കാർഡമം, റോസ്, ഹൈബിസ്കസ്, ജാസ്മിൻ. ഈ ജാസ്മിൻ പെറ്റൽസ് നമുക്ക് ഗ്രീൻ ടീയുടെ കൂടെയോ അല്ലെങ്കിൽ വൈറ്റ് ടീയുടെ കൂടെയോ ബ്ലെൻഡ് ചെയ്ത് വരുന്നതായിരിക്കും. ബാക്കി ഈ ഹൈബിസ്കസ്, റോസ്, ജിഞ്ചർ, കാർഡമം ഇതെല്ലാം നമുക്ക് ബ്ലാക്ക് ടീയുടെ കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്നത്. ജനറലി ഫോർ ബോഡി റിഫ്രഷ്മെന്റ്. പ്രൊഫഷണൽ ടീ ടേസ്റ്റർ ആയ സതീഷ് ബി മേനോൻ. ഫെർമെന്റഡ് ഉണ്ട്, സെമി ഫെർമെന്റഡ് ഉണ്ട്, അൺഫെർമെന്റഡ് ഉണ്ട്. ഫെർമെന്റഡ് ടീ ആണ് ബ്ലാക്ക് ടീ, അൺഫെർമെന്റഡ് ടീ ആണ് ഗ്രീൻ ടീ, സെമി ഫെർമെന്റഡ് ടീ ആണ് ഊലോങ് ടീ, വൈറ്റ് ടീ, പേർപ്പിൾ ടീ ഇതെല്ലാം ഓരോ വകഭേദം മാത്രമാണ്. ഇത് നോർമൽ കെമിലിയ ആസാമിക്ക, കെമിലിയ സൈനൻസിസ് എന്ന് പറയുന്ന തേയില ചെടിയുടെ ഡെറിവേറ്റീവ്സ് ആണ്. വിപണിയിൽ കാണുന്ന ഈ ഫ്ലേവർ ടീ എന്ന് പറയുന്നത് അത് ജിഞ്ചർ ആവട്ടെ, സിനമൺ ആവട്ടെ, ചോക്ലേറ്റ് ആവട്ടെ, കാർഡമം ആവട്ടെ, ഇതൊക്കെ ഫ്ലേവേഴ്സ് ഈ ബ്ലാക്ക് ടീന്റെ കൂടെ നമ്മൾ ചേർക്കുന്നതാണ്. പക്ഷെ ഇതൊന്നും തന്നെ ഐസ് ടീ ആയിട്ടോ ഹെർബൽ ടീ ആയിട്ടോ ഡീടോക്സ് ടീ ആയിട്ടോ ബബിൾ ടീ ആയിട്ടോ നമ്മൾ കണക്കാക്കരുത്. കാരണം ഇതൊന്നും തന്നെ തേയില ചെടി കെമിലിയ സൈനൻസിസിന്റെ ഒരു ഡെറിവേറ്റീവ് അല്ല. എങ്ങനെ നല്ലൊരു ചായ ഉണ്ടാക്കാം? ചായക്കുള്ള വെള്ളം വെച്ചു, ചെറുതായിട്ട് തള വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചായപ്പൊടി ഇട്ടു. ഷെഫായ രഞ്ജിത്ത് അമ്പാട്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചായപ്പൊടി ഇടുന്നില്ല. അതിന്റെ മുഴുവൻ കളർ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്ര നമ്മൾ തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ 1 ഗ്ലാസ് പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പാലും വെള്ളവും കറക്റ്റ് കളർ നമ്മൾ വളരെ സ്ലോ ഫ്ലെയിമിൽ തിളച്ചു വന്നതിന് ശേഷം വീണ്ടും സ്ലോ ഫ്ലെയിമിൽ 5-10 മിനിറ്റ് ഇട്ട് തിളപ്പിക്കുമ്പോൾ ആ ചായപ്പൊടിയുടെ മുഴുവൻ എസൻസും ആ ചായയിലേക്കും പാലിലേക്കും വെള്ളത്തിലേക്കും എല്ലാം പിടിച്ച് നമുക്കൊരു പെർഫെക്റ്റ് കളർ നമുക്ക് കാണുമ്പോൾ അതിന്റെ സ്മെല്ലും കൂടി വരുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഏറ്റവും അവസാനം ഫിനിഷിംഗ് പോയിന്റിൽ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി ആയാലും ഏലക്ക ആയാലും പിന്നെ സർവ്വസുഗന്ധിയുടെ ഇല പോലും ഇട്ടിട്ട് ആ ഒരു ചായക്കുള്ള നല്ലൊരു എക്സ്ട്രീം ലെവലിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു ഒരു വലിച്ചടിക്കുമ്പോൾ ശരിക്കും ഓക്സിജൻ കൂടി ആ ചായയിലേക്ക് വന്ന് ഒരു ജീവനുള്ള നല്ല ഭംഗിയുള്ള ഒരു ചായ നല്ല സ്മെല്ലോടുകൂടി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ചായ യഥാർത്ഥത്തിൽ ഒരു പോഷകാഹാരമാണോ? നമ്മൾ സാധാരണയായിട്ട് ചായ കുടിക്കുന്നത് അതിരാവിലെ ഉറക്കമുണർന്നിട്ടും വൈകുന്നേരവുമാണ്. പോഷകാഹാര വിദഗ്ധ ഹിത സി മോഹൻ. ധാരാളം ആന്റി ഓക്സിഡൻസ്, പോളിഫിനോൾസ് അടങ്ങിയിട്ടുള്ളതിനാൽ ചായ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷവും ഊർജ്ജസ്വലതയും നമുക്ക് അനുഭവപ്പെടും. ഇവ കോശങ്ങളുടെ കേടുപാടുകൾ നീക്കം ചെയ്യാനും അതുവഴി ഹൃദയത്തെ സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നു. അസിഡിറ്റി പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഈ 2 നേരവും നമുക്ക് ഗ്രീൻ ടീ ആയോ കട്ടൻ ചായയായോ പാൽ ചായയായോ കുടിക്കാം. മറിച്ച് അസിഡിറ്റി പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളിൽ ഭക്ഷണത്തിന് മുന്നേ ഉള്ള ചായ കൂടി അസിഡിറ്റി വർദ്ധിക്കാൻ ഇടയാക്കും. ഇവർക്ക് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം ചായ കുടിക്കാവുന്നതാണ്. എന്നാൽ ഭക്ഷണത്തിനോടൊപ്പം ചായ കുടിക്കുന്നത് പോഷകങ്ങൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നതിനെ തടയുന്നു. പ്രത്യേകിച്ചും അയൺ, കാൽഷ്യം, സിങ്ക് പോലുള്ള പോഷകങ്ങൾ. ഈ ശീലം തുടർന്നു പോകുന്നത് ഭാവിയിൽ വിളർച്ച പോലുള്ള അസുഖങ്ങളിലേക്ക് എത്തിക്കുന്നു.
പ്രത്യേകിച്ചും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചായ കൊടുക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നതും ഈ കാരണത്താലാണ്. ഗർഭിണികളും ചായയുടെ ഉപയോഗം കുറയ്ക്കുന്നത് പിളർച്ചയെ തടയാനായേക്കും. ഒരു ദിവസം 2 മുതൽ 4 കപ്പ് ചായ വരെയൊക്കെ നമുക്ക് കുടിക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ ചായയിൽ ചേർക്കുന്ന പഞ്ചസാരയാണ് വില്ലൻ. ശംഖുപുഷ്പം ചായ, ചെമ്പരത്തി ചായ എന്നിവയൊക്കെ ആളുകൾ കൂടുതലായിട്ടും ഉപയോഗിച്ചു തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എത്ര അളവിൽ ഇടുന്നു എന്നുള്ളതിലാണ് കാര്യം. ഒരു കപ്പ് വെള്ളത്തിലേക്ക് 8ഉം 10ഉം ശംഖുപുഷ്പം വെച്ചിട്ട് തിളപ്പിച്ച് വെള്ളം കുറുക്കി കുടിക്കുമ്പോൾ അത് കിഡ്നി പോലുള്ളതിന്റെ പ്രോസസ്സിങ്ങിനൊക്കെ ബാധിക്കുന്നു. നേരെ മറിച്ച് നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ശംഖുപുഷ്പമോ 2 ശംഖുപുഷ്പമോ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മാത്രമല്ല ഈ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് ചായ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശം. ആവി വറക്കുന്ന ചൂടാറാത്ത ചായക്കഥകൾ കേട്ടല്ലോ. ഒരു ചൂട് ചായ കുടിച്ചാലേ പ്രഭാത കർമ്മങ്ങൾക്ക് ഒരു ഉഷാറുള്ളൂ എന്ന് പറയുന്നവരും കുറവല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് ഉഷാറാകട്ടെ. എന്താ? പ്രഭാതഭേരി.